സ്നേഹിതരെ കാണാം. സ്വർഗരാജ്യ നിരൂപണമെൻ ഹൃദയവാഞ്ചയാ. ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രിമാരോടും അരുളി ചെയ്തത്, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ദൈവം ചെയ്യുന്ന നിയമം, ദൈവം പറയുന്ന വാക്ക്, ദൈവം തരുന്ന
പ്രതിജ്ഞ, ദൈവം തരുന്ന വാക്ക്, ദൈവം തരുന്ന വാഗ്ദത്തം. ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്യുന്നു, ഞാനൊരു പ്രതിജ്ഞ ചെയ്യുകയാണ്, നിങ്ങളോട് ഞാൻ വാക്ക് പറയുകയാണ്. നിത്യനായ ദൈവം തൻ്റെ വചനമനുസരിച്ച ദൈവദാസനോട്, നോഹയോട് ഒരു വാക്ക് പറയുന്നു, ഒരു നിയമം ചെയ്യുന്നു. ആ നിയമം മനുഷ്യജാതിയോടെല്ലാമുള്ള ഒരു നിയമമായി ദൈവം കൽപ്പിക്കുകയാണ്. മനുഷ്യനോടുള്ളതായ ദൈവത്തിൻ്റെ വ്യക്തമായൊരു വാഗ്ദത്തമായി ദൈവം കൽപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്യുന്നു, ഇത് നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. നോഹയോട് ചെയ്യുന്ന നിയമം സകല മൃഗങ്ങളോടും സകല മനുഷ്യരോടും ജീവജാലങ്ങളോടെല്ലാമുള്ള ഒരു നിയമമായി ദൈവം അരുളി ചെയ്യുകയാണ്. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ജലപ്രളയം കൊണ്ട് ഒരുമിച്ച് അന്ന് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ നശിച്ചതുപോലെ എല്ലാവരും ഒരുമിച്ച് നശിക്കുന്ന ഒരു മഹാപ്രളയം ഇനി ഉണ്ടാകുകയില്ല. ഭൂമി മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലായി പൂർണ്ണമായും സകല ജീവജാലങ്ങളും നശിക്കുന്ന ആ ഒരു സ്ഥിതി ഇനി വരികയില്ല. ദൈവം അരുളി ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്യുന്നു, നിങ്ങളോട് ഒരു വ്യവസ്ഥ ചെയ്യുന്നു. എൻ്റെ ദാസനായ നോഹ എൻ്റെ വാക്ക് അനുസരിച്ചു. നോഹ എൻ്റെ വാക്ക് അനുസരിക്കുകയും നോഹ പെട്ടകം പണിയുകയും എൻ്റെ വാക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ കാണാതെ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ച് എൻ്റെ വചനത്തെ മാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നശിച്ചതുപോലെ ഒരു മഹാപ്രളയം, സകലരെയും ഒരുമിച്ച് നശിപ്പിക്കുന്ന ഒരു ജലപ്രളയം ഇനി ഉണ്ടാവുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തു. ദൈവം ചെയ്യുന്ന ഒരു നിയമമാണിത്. ദൈവത്തിൻ്റെ ഒരു കവനൻ്റാണ്, ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാണിത്, ദൈവത്തിൻ്റെ വ്യവസ്ഥാപിതമായൊരു പ്രതിജ്ഞയാണിത്. ഇനി എല്ലാവരെയും ഒരുമിച്ച് പ്രളയത്താൽ നശിപ്പിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം സ്നേഹം മാത്രമാണ്, ദൈവം കരുണ മാത്രമാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ചു പോകുമ്പോൾ, മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ സ്വയം ശിക്ഷയിലേക്ക് നയിക്കപ്പെടുകയാണ്. ദൈവം നയിക്കുകയല്ല, ദൈവം മനുഷ്യനെ ശിക്ഷിക്കുകയല്ല, ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ നോക്കുകയാണ്. പക്ഷേ മനുഷ്യൻ സ്വാഭാവികമായി ശിക്ഷയിലേക്ക് നീങ്ങുകയാണ്. അന്ന് ജനം മുഴുവനും വഷളന്മാരായി തീർന്നു. നോഹയുടെ കാലത്ത് ജനം ഏറ്റവും ഹീനമായ ജീവിതം നയിക്കാനിടയായി. ഏറ്റവും വൃത്തിഹീനമായി ജീവിതം നയിച്ച് ദേശം മുഴുവൻ നാശയോഗ്യമായി തീർന്നു. ലോകം മുഴുവനും ഹീനമായി തീർന്നു. ഭൂമി മുഴുവനും മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞു. അന്ന് ജീവനുള്ള ദൈവം അവിടുന്ന് കൽപ്പിച്ചു, പ്രളയം കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കുമെന്ന്, സകലത്തെയും നശിപ്പിക്കുമെന്ന്. ദൈവം ഇപ്പോൾ പറയുന്നു, ഇനി അതുപോലൊരു പ്രളയം ഉണ്ടാവുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്നതായ നിയമം, സ്നേഹവാനായ ദൈവം നമുക്ക് തരുന്നതായൊരു നിയമം നമ്മോട് അരുളി ചെയ്യുകയാണ്. അത് പ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാലൊരു കാര്യമുണ്ട്, ഇനിയും വരാൻ പോകുന്നത് സകലത്തെയും ഒരുമിച്ച് നശിപ്പിക്കുന്നതായൊരു ജലപ്രളയമല്ല. ഇനി വരാൻ പോകുന്നത് വലിയൊരു അഗ്നിപ്രളയമായിരിക്കും. ലോകത്തിൻ്റെ അവസാനം കുറിക്കുന്ന ഒരു അഗ്നിപ്രളയം വരാൻ പോകുന്നു. അന്ന് ജലപ്രളയം വന്നു, ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ദൈവം മുന്നറിയിപ്പ് തന്നു, അഗ്നിപ്രളയം വരാൻ പോകുന്നു. ഒരു വലിയ തീയുടെ പ്രളയമാണ് വരാൻ പോകുന്നത്. അത് ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞു, പുതിയ നിയമത്തിലും പറഞ്ഞു. പഴയ നിയമത്തിൽ മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ കാണാം, വലിയൊരു അഗ്നിപ്രളയം വരാൻ പോകുന്നുവെന്ന്. അന്ത്യകാലത്ത് ഭയങ്കരമായ ഒരു തീപ്രളയം വരാൻ പോകുന്നുവെന്ന്. എല്ലാം തീ കൊണ്ട് കത്തി നശിക്കാൻ പോകുന്നുവെന്ന്, വേരോടെ കത്തിപ്പോകുമെന്ന്, സകലവും കത്തി നശിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. അന്ത്യകാല ലക്ഷണമാണത്. അവസാന കാലത്ത് അത് സംഭവിക്കുമെന്ന് നമുക്ക് വായിക്കാം.
ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും അപ്പോൾ ചൂള പോലെ കത്തുന്ന ആ ദിവസത്തിൽ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് രാശിയെ മുഴുവൻ തീയിൽ ദഹിപ്പിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. വരുവാനുള്ള ആ ദിവസം, ചൂള പോലെ കത്തുന്ന ആ ദിവസം, വേരും ശേഷിക്കുകയില്ല, കൊമ്പും ശേഷിക്കുകയില്ല. ഭൂമിയുടെ അടിയിലുള്ളതായി വേര് ശേഷിക്കുകയില്ല, കത്തിപ്പോകും. ഭൂമിയുടെ മേലുള്ള കൊമ്പുകൾ ശേഷിക്കുകയില്ല, കത്തിപ്പോകും. സകലവും കത്തിപ്പോകും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വൈക്കോൽ തീയിൽ വെന്തടിയുന്നത് പോലെ എല്ലാം പെട്ടെന്ന് കത്തിപ്പോകും. നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം കത്തിപ്പോകും. അങ്ങനൊരു ഭയാനകമായ ദിവസം വരാൻ പോകുന്നെന്ന് ജീവനുള്ള ദൈവം അരുളി ചെയ്തു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. എല്ലാം നശിക്കും, എല്ലാം കത്തിപ്പോകും. മനുഷ്യൻ പാപത്തിലേക്ക് പിന്നെയും പോകുന്നതുകൊണ്ട്, പാപത്തിലേക്കും തിന്മയിലേക്കും മനുഷ്യൻ പോകുന്നതുകൊണ്ട്, പൈശാചിക ശക്തിയുടെ അടിമത്തത്തിലേക്ക് മനുഷ്യൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് അനിവാര്യമായ നാശമാണ്. തടുക്കാനാവാത്ത നാശമാണ്. നമുക്ക് പ്രതിരോധിക്കാൻ വയ്യാത്തതായ നാശമാണ്. എങ്ങനെ തടുക്കാൻ പറ്റും? തടുക്കാൻ സാധിക്കുകയില്ല. നിത്യനായ ദൈവം അരുളി ചെയ്യുകയാണ്. വരാനിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇതുവരെയും അതുപോലെ സംഭവിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് പത്രോസ് ശ്ലീഹ പറയും. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, ആ വരാനിരിക്കുന്ന ദിവസത്തിൻ്റെ ഭയാനകത്വത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് മുൻകൂട്ടി പറയുന്നുണ്ട്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഭൂമിയുടെ മേലുള്ള പണിപ്പാടുകൾ, കെട്ടിടങ്ങൾ എല്ലാം കത്തിപ്പോകും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഭൂമിയിലുള്ളതെല്ലാം കത്തിപ്പോകും. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുമെന്ന് മലാഖി പ്രവാചകൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പത്രോസ് ശ്ലീഹ പുതിയ നിയമത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഒരു വലിയ മുഴക്കമുണ്ടാകും. വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും. എന്തായിരിക്കും ആ പൊട്ടിത്തെറി നമുക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ബോംബിൻ്റെ വിസ്ഫോടനമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അതല്ല ഏതെങ്കിലും ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. ഭയങ്കരമായ ഒരു സംഭവമായിരിക്കും. ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. കൊടിയ മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഈ അന്തരീക്ഷം മുഴുവൻ കത്തുമെന്നാണ് പറയുന്നത്. ആകാശം, ഈ അന്തരീക്ഷം അത് മുഴുവൻ കത്തിപ്പോകും. ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും, മൂലപദാർത്ഥങ്ങൾ ധാതുക്കളും ലോഹങ്ങളും ലവണങ്ങളും, മിനറൽസ്, മെറ്റൽസ് ആൻഡ് സോൾട്ട്സ് എല്ലാം മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിന്മേലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇത് വചനം പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കാവുന്നതാണ് എന്നതിന് തെളിവുകൾ ഇന്ന് ലോകത്തെ അനേക സംഭവങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. ലോകത്ത് കുറഞ്ഞത് 11 രാഷ്ട്രങ്ങളുടെ കയ്യിൽ ഇന്ന് അണുബോംബുണ്ട് എന്ന് പറയപ്പെടുന്നു. അണുബോംബ് എത്രയും വിസ്ഫോടന ശക്തിയുള്ള, മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ളതായ അണുബോംബുകൾ ഇന്ന് രാഷ്ട്രങ്ങൾ കൈവശമാക്കിയിരിക്കുന്നു. ഈ അണുബോംബിൻ്റെ വിസ്ഫോടനം കൊണ്ടാണോ ഇനി ഈ മഹാനാശം വരാൻ പോകുന്നു? അറിഞ്ഞുകൂടാ. ഒരു വലിയ നാശം വരാൻ പോകുന്നു. എന്നാൽ ദൈവം പറയുന്നു, നിങ്ങൾക്ക് ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാം, നിങ്ങൾക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം, വേണമെങ്കിൽ രക്ഷപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഈ നാശം ഈ ഭൂമിയിൽ വരുന്ന നാശമാണ്. എന്നാൽ ഇതിന് ശേഷമുള്ള ഈ മഹാനാശങ്ങളെല്ലാം കഴിഞ്ഞ് വേറൊരു വലിയ മഹാനാശമുണ്ട്. അത് തീരാത്ത അഗ്നിപ്രളയമാണ്. അതേതാണ്? അത് നരകത്തിൻ്റെ തീയാണ്, നരകത്തിൻ്റെ ഘോരാഗ്നിയാണ്, നരകത്തിൻ്റെ ഭീകരമായ അഗ്നിയാണ്. നരകത്തിൻ്റെ അഗ്നി അത് കെടുന്നില്ല. അഗ്നി കെടാത്തതാണ്, ഒരിക്കലും കെടാത്ത തീയ്. ഇതെല്ലാം മിഥ്യയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ആളുകൾ ഭയന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി മനുഷ്യർ സുവിശേഷകന്മാർ പറയുന്ന വാക്കുകളാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, തോമസ് ഹോബ്സ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. തോമസ് ഹോബ്സ് അദ്ദേഹം പറഞ്ഞു, ഈ ബൈബിളെല്ലാം വെറുതെയാണ് പറയുന്നത്.
ഇതെല്ലാം മിഥ്യയാണ് പറയുന്നത്, വെറുതെ വിഡ്ഢിത്തം പറയുകയാണ്. ഈ വിശ്വാസമെല്ലാം മനുഷ്യൻ്റെ കഴിവുകേടിൻ്റെ പ്രതിഫലനങ്ങളാണ്. മനുഷ്യൻ്റെ കഴിവുകേടിൻ്റെ, വീക്ക്നെസ്സിൻ്റെ, മനുഷ്യൻ്റെ ബലഹീനതയുടെ അതിൻ്റെ പ്രതീകങ്ങളാണ് ഇതുപോലുള്ളതായ വാക്കുകൾ. ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അങ്ങനെ ഒരു നരകവുമില്ല, സ്വർഗവുമില്ല. മരണത്തോടെ എല്ലാം തീർന്നു പോകും. തോമസ് ഹോബ്സ് പറഞ്ഞു. എന്നാൽ തോമസ് ഹോബ്സ് മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അയ്യോ ഞാൻ ജനിക്കാതിരുന്നെങ്കിലെന്ന്. അയ്യോ ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ, അന്ധകാരത്തിലേക്ക് ഞാൻ താണു പോകുന്നല്ലോ, അന്ധകാരത്തിലേക്ക് ഞാൻ പോകുന്നല്ലോ, എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ദി ഏജ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ വേറൊരു ചിന്തകനുണ്ട്, ടോം പെയിൻ എന്ന് പറയുന്ന തോമസ് പെയിൻ. ദി ഏജ് ഓഫ് റീസണിങ്, ഏജ് ഓഫ് റീസണിങ് എഴുതിയ ടോം പെയിൻ പറഞ്ഞു, ഞാൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ പുസ്തകത്തിൽ ഞാൻ ദൈവത്തെയും ദൈവ വചനത്തെയും ധിക്കരിച്ചു പോയി. എൻ്റെ പുസ്തകത്തിൽ ഞാൻ അബദ്ധങ്ങൾ ഒരുപടി എഴുതിപ്പിടിപ്പിച്ചു പോയി. ഇന്നിതാ ഞാൻ നിസ്സഹായനായിരിക്കുന്നു. എനിക്ക് ആരുമില്ലല്ലോ സഹായം. ഞാനിതാ എല്ലാവരാലും കൈവിടപ്പെട്ട് ഞാൻ നരകഭീകരതയിലേക്ക് നീങ്ങുന്നല്ലോ, എനിക്ക് ആരുമില്ലല്ലോ. സങ്കടത്തോടെ തോമസ് പെയിൻ പറഞ്ഞ് അങ്ങനെയാണ് മരണത്തെ അഭിമുഖീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, തോമസ് പെയിൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും, തോമസ് ഹോബ്സ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം ഇന്ന് നമുക്ക് അറിയിപ്പ് തരുന്നു. ഒരു ഭീകരമായ അഗ്നിയുടെ കാലം വരുന്നുണ്ട്, വലിയൊരു തീപ്രളയം വരുന്നുണ്ട്. ഈ ഭൂമി തീയിൽ നശിക്കുന്ന അഗ്നിപ്രളയം വരുന്നുണ്ട്. അതിൽ പെടാതെ രക്ഷപ്പെടാൻ പറ്റും അല്ല, അതിന് ശേഷം പിന്നീട് ഇത് ഒരു നിത്യ അഗ്നി വരുന്നുണ്ട്. ഈ അഗ്നിയിൽ നിന്നെല്ലാം രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ഈ തീപ്രളയത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. എന്താണ് അതിനുള്ള വഴി? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരിടത്ത് തീ കത്തുകയാണ്, ശക്തമായി തീ കത്തുകയാണ്, കാട്ടുതീയാണ്. കാട്ടുതീ പടർന്ന് കയറി വരികയാണ്. ഒരു പാവം മനുഷ്യൻ, അയാൾ ഓടി, തീ കണ്ട് ഭയന്നോടുകയാണ്. അയാളെ ദഹിപ്പിക്കും. അയാൾ നോക്കുമ്പോഴുണ്ട് പക്ഷികൾ ചിറക് കരിഞ്ഞ് വീഴുന്നു, നോക്കുമ്പോഴുണ്ട് മൃഗങ്ങൾ കത്തിച്ചാമ്പലാകുന്നു. അയാൾ ഓടുകയാണ്. പക്ഷേ നോക്കിയപ്പോൾ ഓടുന്നിടത്ത് അപ്പുറത്തും തീ നിൽക്കുകയാണ്, തീ വരികയാണ്, കാട്ടുതീയാണ്. എല്ലാ വശത്തും ചുറ്റി കാട്ടുതീ വരികയാണ്. എന്തു ചെയ്യും? അയ്യോ, ഈ തീയിൽ ജീവനോടെ വീഴുമല്ലോ, വെന്തു പോകുമല്ലോ. പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അയാളുടെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടായിരുന്നു, ഒരു പൊന്തക്കാട്. ആ പൊന്തക്കാട് അത് പുല്ലിൻ്റെ കാടാണ്. പുല്ല്, കരിഞ്ഞുണങ്ങിയ പുല്ല്, കുറേയേറെ സ്ഥലത്ത് കരിഞ്ഞുണങ്ങിയ പുല്ല്. ആ മനുഷ്യൻ ആ പുൽക്കാടിന് തീ കൊടുത്തു. പെട്ടെന്ന് ആളിക്കത്തി. ഒരു കരിക്കട്ടയുമില്ലല്ലോ, തീ പുല്ലല്ലേ, കരിക്കട്ടയൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ചാമ്പലായി, പെട്ടെന്ന് ചാരമായി തീർന്നു. ആ കത്തി കഴിഞ്ഞിടത്തേക്ക് ഈ മനുഷ്യൻ കയറി നിന്നു. കത്തി കഴിഞ്ഞിടത്തേക്ക്, കത്തി തീർന്നിടത്തേക്ക് ഈ മനുഷ്യൻ കയറി നിന്നു. ചുറ്റുപാടും എല്ലാം പക്ഷികളും മൃഗങ്ങളും വെന്ത് കരിയുന്നു. ചുറ്റുപാടുമെല്ലാം മരങ്ങൾ എല്ലാം കത്തി നിലം പതിക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ നിൽക്കുന്നിടത്തേക്ക് കാട്ടുതീ വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടം കത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ കത്തിക്കഴിഞ്ഞതുകൊണ്ട് ഇനി അങ്ങോട്ട് തീക്ക് വരാൻ സാധിക്കുകയില്ല. അവിടെ ഇനി കത്താനൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. കത്തി കഴിഞ്ഞിടത്തേക്ക് ഓടിക്കയറി നിൽക്കുക. കത്തിക്കഴിഞ്ഞൊരിടമുണ്ട്. അതേതാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഏതാണ് ഈ കത്തിക്കഴിഞ്ഞ സ്ഥലം? കത്തിത്തീർന്നൊരു സ്ഥലമുണ്ട്. ഗോകുൽത്തായിലെ ദൈവോവത്തിയിൽ കത്തിയ കർത്താവായ യേശുവാണ്. ഗോകുൽത്തായിലെ ആ അഗ്നിയിൽ, ഗോകുൽത്തായിലെ ദൈവകോപത്തിലെ തീയിൽ കത്തിക്കഴിഞ്ഞ യേശുവിങ്കിലേക്ക് നാം കയറി നിന്നാൽ, യേശുവിൻ്റെ ആ തിരുഹൃദയത്തിലേക്ക് നാം പ്രവേശിച്ചാൽ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചാൽ, യേശുവിൻ്റെ കരവലയത്തിൽ നാം നിന്നാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ അഗ്നി അടുക്കുകയില്ല, അവിടെ തീ വരികയില്ല. അവിടെ കത്തിക്കഴിഞ്ഞിടമാണ്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, അതിനർത്ഥം യേശുവിൻ്റെ ആ തിരുഹൃദയത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തീ കത്തണം. ഇവിടെ കത്തേണ്ട തീ ഏതാണ്? ഇവിടെ കത്തുന്നൊരു തീയുണ്ട്. ആ തീയാണ് പരിശുദ്ധാത്മാവ്. ആ തീയാണ് അരൂപി. ആ തീയാണ് അരൂപിയായ ആത്മാവ്. ആ തീയാണ് കർത്താവായ യേശുവിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിന് തീ നമ്മുടെ ഉള്ളത്തിൽ കത്തണം. പരിശുദ്ധാത്മാവിന് തീ നമ്മുടെ ഉള്ളത്തിൽ കത്തുമ്പോൾ നമ്മുടെ ശരീര അവയവങ്ങൾ തീയുടെ ജ്വാലയായി മാറും. നമ്മുടെ കണ്ണ് തീജ്വാലയായി മാറും. നമ്മുടെ നാവ് തീ ജ്വാലയായി മാറും. നമ്മുടെ അവയവങ്ങൾ, കൈകളും കാലുകളും തീയായി മാറും. നമ്മുടെ ശരീരം തീയായി മാറും. നമ്മുടെ ബുദ്ധിമണ്ഡലം തീയായി മാറും. നമ്മുടെ ഹൃദയം തീയായി മാറും. നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും തീയായി മാറും.
അശുദ്ധിക്ക് പിന്നെ ഇടമില്ലാതാകും. തിന്മ അങ്ങോട്ട് കയറാതാകും. അശുദ്ധി നമ്മെ സ്പർശിക്കാതാകും. തീയായി മാറുന്നൊരനുഭവം, തീ ജ്വലിക്കുന്നൊരനുഭവം, അഗ്നിയിൽ ജ്വലിക്കുന്നൊരനുഭവം, അഗ്നിയിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം, തീ ജ്വാലയുടെ സ്തുതിയായി നാം മാറുന്നൊരനുഭവം, അഗ്നിമയന്മാർ വിറയലോടെ ആരാധിക്കുന്നവനെ നമ്മുടെ ഹൃദയത്തിൽ കിട്ടുന്ന അനുഭവം. നമ്മുടെ ഹൃദയത്തിൽ തീ കിട്ടുകയാണ്. തീയായവൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയാണ്. ആ തീയായി നാം മാറുമ്പോൾ തീ പ്രളയത്തിൽ നാം വെന്തു പോകേണ്ടി വരികയില്ല. ഏത് തീ പ്രളയം വന്നാലും നമ്മുടെ ഉള്ളിൽ അതിനേക്കാൾ കവിഞ്ഞ തീ കത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചമെന്ന് ശൗല പറയുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്. പൗലോസ്ലീഹ ശൗലായിരുന്നപ്പോൾ അന്ന് ചുറ്റും ഒരു വെളിച്ചം മിന്നി, വലിയൊരു വെളിച്ചം ചുറ്റും മിന്നി. ദൈവത്തിന് സ്തോത്രം. ആ വെളിച്ചം തീയായിരുന്നു. കണ്ണഞ്ചിപ്പോയി. ആ വെളിച്ചം സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചമായിരുന്നു. സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞ വെളിച്ചം 1000 കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ എങ്ങനെ അതുപോലത്തെ കണ്ണഞ്ചിക്കുന്നൊരു പ്രകാശം. ആ പ്രകാശധാരയിൽ, പ്രകാശധോരണിയിൽ അലിഞ്ഞും ലയിച്ചും അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്നപ്പോൾ ആ പ്രകാശത്തിൽ അലിഞ്ഞ് അവിടെ വീണുപോയി, നിലത്ത് വീണുപോയി, തളർന്നു വീണപ്പോൾ ആ തീയിൽ നിന്നൊരു ശബ്ദം കേൾക്കാം. ജ്വലിക്കുന്ന തീയുടെ നടുവിൽ നിന്നൊരു ശബ്ദം കേൾക്കാം. ഏതാണ് ആ ശബ്ദം? ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം അത് ക്രിസ്തുവിൻ്റെ സ്വരമായിരുന്നു. തീയാകുന്ന ക്രിസ്തുവിൻ്റെ തീയാകുന്ന സ്വരം അപ്പോസ്തലന്റെ ചുറ്റും മിന്നി വിളങ്ങിക്കൊണ്ട് അപ്പോസ്തലന്റെ ഹൃദയത്തോട് സംസാരിച്ചു. ആ ശബ്ദം ഇങ്ങനെയാണ് പറഞ്ഞത്: ശൗലേ ശൗലേ, വാത്സല്യമസൃണമായ സ്വരം, ഹൃദയത്തെ തകർക്കുന്ന സ്വരം. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ എന്തിനാണ് മോനെ എന്നെ ഉപദ്രവിക്കുന്നത്? നീ ഇത്രയും കാലം ഉപദ്രവിച്ചില്ലേ? എൻ്റെ മക്കളെ നീ ഉപദ്രവിച്ചില്ലേ? എൻ്റെ പ്രിയനായ സ്തേഫാനോസിനെ നീ കല്ലെറിഞ്ഞില്ലേ? എൻ്റെ മക്കളെ നീ പീഡിപ്പിച്ചില്ലേ? എൻ്റെ മക്കളെ പീഡിപ്പിക്കാനല്ലേ നീ ഇപ്പോൾ പോകുന്നത്? നീ എന്തിനെന്നെ ഉപദ്രവിക്കുന്നു? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ദൈവത്തെ ഉപദ്രവിക്കുന്നവരാണോ? നിങ്ങൾ പറയും, അല്ല അല്ല, ഞാൻ ഉപദ്രവിക്കുകയില്ല. ദൈവത്തെ ഞാൻ ഉപദ്രവിക്കുകയോ? ഊഹോനെ, ദൈവത്തിൻ്റെ മക്കളെ നീ ഉപദ്രവിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ പരിഹസിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വേലക്കാരെ പുച്ഛിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വേലയെ നിങ്ങൾ തരം താഴ്ത്തി കാണുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെയാണ് ഉപദ്രവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം സഹിക്കുകയില്ല. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയാണ് കയറി തൊടുന്നതെന്ന്. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയിലേക്ക് കൈവിരൽ കൊണ്ട് കുത്തുകയാണെന്ന് സഖരിയാ പ്രവചനത്തിൽ പറയും. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് കൈകൊണ്ട് കുത്തുകയാണ് എന്ന്. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് കൈകൊണ്ട് കുത്തുക. മനുഷ്യൻ എത്ര നിസ്സാരൻ. അവൻ ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് കൈവിരൽ കൊണ്ട് കുത്തുന്നു എന്ന്. ഗൗരവമുള്ള കാര്യമല്ലേ? നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദയവായി ചിന്തിക്കൂ. ഹീ ഹൂ ഹർട്സ് യു സ്റ്റിക്സ് ഹിസ് ഫിംഗർ ഓൺ യഹോവാസ് ഐസ് എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ. ഹീ ഹൂ ഹർട്സ് യു, നിങ്ങൾ ഉപദ്രവിക്കുന്നവൻ, സ്റ്റിക്സ് ഹിസ് ഫിംഗർ ഇൻ യഹോവാസ് ഐസ്, ദൈവത്തിൻ്റെ കണ്ണിലേക്ക് വിരൽ കൊണ്ട് കുത്തുന്നു എന്ന്. നിങ്ങളെ ഉപദ്രവിക്കുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് വിരൽ കൊണ്ട് കുത്തുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക. നിങ്ങൾ സംശയിക്കരുത്. ഇന്ന് ദൈവം നിങ്ങൾക്ക് നല്ലൊരു അവസരം തരികയാണ്. തീയാകും ദൈവത്തെ നിങ്ങൾ കൈക്കൊള്ളാം. ദൈവം നിങ്ങൾക്ക് നിയമം തരികയാണ്. നിങ്ങളെ നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങളെ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപകടം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ വീഴരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ നശിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ദേഹോപത്തിയിൽ വെന്തുപോയിട്ടുണ്ട്. ഞാൻ ഗോകുൽത്തായിലെ കുരിശിൽ ഞാൻ മരിച്ചിട്ടുണ്ട്. എൻ്റെ രക്തം സകല പാവം പോക്ക് ശുദ്ധീകരിക്കുന്നുണ്ട്. മോനെ, നീ എന്തിന് ഇനിയും പാപം ചെയ്യുന്നു? മോളെ, നീ എന്തിന് ഇനിയും പാപം ചെയ്യുന്നു? നീ എന്തിന് വിവേകമില്ലാതെ പെരുമാറുന്നു? യൗവനക്കാരാ, നീ എന്തിന് നിൻ്റെ ശരീരത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുന്നു? സ്നേഹിത, നീ എന്തിന് നിൻ്റെ അവയവങ്ങളെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കുന്നു? എന്തിന് നശിക്കണം മകനെ? എന്തിന് നിൻ്റെ ജീവിതം നരകത്തിൻ്റെ തീയിലേക്ക് കളയണം? ദൈവവൈതലേ, എന്തിന് നീ നാശത്തിലേക്ക് പോകണം? എന്തിന് നീ അപകടത്തിലേക്ക് നീങ്ങണം? നാശത്തിലേക്ക് പോകാതെ ഇന്ന് നിനക്ക് രക്ഷപ്പെടാം. അതത്രേ യേശുക്രിസ്തുവിനോട് പറയുന്നത്. യേശു നിനക്ക് രക്ഷ തരാനാണ് വന്നത്. അവൻ ശിക്ഷിക്കാനല്ല വന്നത്. അവൻ നശിപ്പിക്കാനല്ല വന്നത്. അവൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല വന്നത്. അവൻ നിങ്ങളെ ശപിക്കാനല്ല വന്നത്. അവൻ നിങ്ങളെ അനുഗ്രഹിക്കാനാണ് വന്നത്. അവൻ നിങ്ങൾക്ക് അനുഗ്രഹം പകരാനാണ് വന്നത്. നിങ്ങളുടെ മേൽ തൻ്റെ കൃപ പകരാനാണ് യേശു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ സ്നേഹം തരാനാണ് യേശു വന്നിരിക്കുന്നത്. ആ കുറ്റമില്ലാത്ത രക്തം തിരുവിലാവ് തുറന്ന് ഒഴുകുകയാണ്. ആ കുറ്റമില്ലാത്ത രക്തം നിങ്ങളെ കഴുകാൻ ഒഴുകുകയാണ്. നിങ്ങളെ ശുദ്ധീകരിപ്പാൻ ഒഴുകുകയാണ്. കുറ്റമില്ലാത്തവൻ്റെ കുറ്റമില്ലാത്ത രക്തം,
നിഷ്കളങ്കന്റെ നിഷ്കളങ്ക രക്തം ഇന്നിപ്പോൾ ഒഴുകുകയാണ്. ആ തിരക്തം നിങ്ങളെ സ്പർശിക്കുകയാണ്. ആ തിരക്തം തൊടുമ്പോൾ പാപക്കറകൾ കഴുകിപ്പോകും. ആ തിരക്തം സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ വേദനകൾ മാറിപ്പോകും. ആ തിരക്തം സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറിപ്പോകും. ആ തിരക്തം സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമായി തീരും. ആ തിരക്തം സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ഭാവി ശോഭനമായി തീരും. ആ തിരക്തം നിങ്ങളെ അനുഗ്രഹീത ഭാവിയിലേക്ക് നയിക്കും. ആ തിരക്തം നിങ്ങൾ രൂപാന്തരപ്പെടുത്തും. ആ തിരക്തം നിങ്ങൾക്ക് കരുത്ത് തരും. ആ തിരക്തം നിങ്ങളെ ശക്തീകരിക്കും. ആ തിരക്തം നിങ്ങളെ രൂപാന്തരപ്പെടുത്തി നിങ്ങളെ അനുഗ്രഹിക്ക് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റും. വേണമോ നിങ്ങൾക്ക് യേശുവിനെ കൈക്കൊള്ളൂ, യേശുവിനെ സ്വീകരിക്കൂ, യേശുവിനായി ഉള്ളു തുറക്കൂ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ നിർജ്ജീവമായ ഹൃദയത്തിലേക്ക് തീയായ യേശുവേ, നീ എഴുന്നള്ളി വരണമേ. യേശുവേ, നിൻ്റെ നിയമം എനിക്ക് അനുഭവിപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വന്ന് എന്നെ നീ തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് കൊടുക്കൂ. ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങൂ. സാധിക്കും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധിക്കും. ആർക്കും സാധിക്കും. അതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല, അതിന് പഠിപ്പ് വേണമെന്നില്ല, അതിന് പാണ്ഡിത്യം വേണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിന് കുടുംബമഹിമ വേണമെന്നില്ല, പാരമ്പര്യം വേണമെന്നില്ല. ഒന്നുമില്ല. നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് ലോകപ്രകാരം ഒന്നുമില്ല. അധൈര്യപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാം തരുവാൻ, എല്ലാം ഉള്ളവരാക്കി മാറ്റുവാൻ, നിത്യജീവൻ്റെ ഉടയവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് പുതുജീവിതത്തിൻ്റെ സൗഭാഗ്യം നിങ്ങൾക്ക് തരുവാൻ യേശു വന്ന് ഹൃദയവാതിക്കൽ മുട്ടുകയാണ്. ഈ സമയം നഷ്ടപ്പെടുത്താതെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. പാവത്തോടെല്ലാം യാത്ര പറയുവീൻ. പുതിയ ജീവിതം ഇവിടെ തുടങ്ങുവീൻ. യേശുവിനായി ഉള്ളു തുറക്കുവീൻ. യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നിങ്ങളുടെ കൂടെ നടക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ചേർന്ന് വസിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ, തീയായി യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് തീയായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും കൃപയിൽ പൊതിയണമേ. അടുത്ത രണ്ടാമത്തെ ഒരു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ അൻപേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.